നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ജിഷ വധക്കേസിൽ പഴുതുകൾ അടച്ച കുറ്റപത്രമെന്ന് പോലീസ് ഇനി കോടതിയിൽ. ജിഷ വധക്കേസിൽ പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. ഇനി കോടതിയിലാണ് ഇനിയുള്ള അംഗം. ഏത് രീതിയിലാണ് ഈ കുറ്റപത്രത്തെ ഇന്ന് വിവിധ വിദഗ്ധർ കാണുന്നത്? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രമുഖ ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, മുൻ SP-യും അഭിഭാഷകനുമായ ജോർജ് ജോസഫ്, പ്രമുഖ ഫോറൻസിക് വിദഗ്ധ ശ്രീമതി അന്നമ്മ ജോൺ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എന്നിവർ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. സൗമ്യ വധക്കേസിലെ സുപ്രീം കോടതിയുടെ ചോദ്യങ്ങൾ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് ഈ കുറ്റപത്രം നമ്മൾ വിലയിരുത്തുന്നത്. ഇന്ന് പോലീസ് പറഞ്ഞതനുസരിച്ച് മുൻപ് നമ്മൾ കേട്ടത് പലതും വെറും കഥകൾ മാത്രം. മാധ്യമങ്ങളോ നാട്ടുകാരോ പടച്ചുണ്ടാക്കിയ കഥകൾ അന്തരീക്ഷത്തിലൂടെ പരന്നത്. ഈ കുറ്റപത്രം എങ്ങനെ കാണുന്നു അഡ്വക്കേറ്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? അത് 1500 പേജ് വരുന്ന ബൃഹത്തായ കുറ്റപത്രമാണ് ഇന്ന് പോലീസ് സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. അത് ശാസ്ത്രീയമായ തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കുറ്റപത്രം എന്നും വാർത്തകളിൽ കണ്ടു. അതങ്ങനെ തന്നെ വേണം താനും. ശാസ്ത്രീയമായി തെളിവുകളായിരിക്കണം, അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയണം, അത് തെളിവ് നിയമത്തിന് അനുസൃതമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയണം. ഈ കേസിനെ സംബന്ധിച്ച് ആദ്യകാലത്ത് ധാരാളം കഥകൾ നമ്മൾ കേട്ടിരുന്നു. അത് കഥകളാണോ വസ്തുതയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ആദ്യഘട്ടത്തിൽ അന്വേഷണം ശരിയായ ദിശയിൽ പോയില്ല എന്ന് ആക്ഷേപമുണ്ടായ ഒരു കേസാണിത്. അത് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്? ആരെയെങ്കിലും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണോ? പ്രയോജനകരമായ തെളിവുകൾ അന്ന് നശിപ്പിക്കപ്പെട്ടു പോയോ? അതൊക്കെ പരിശോധിക്കേണ്ട വിഷയമാണ്. പക്ഷെ നമ്മൾ കേട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ സൗമ്യ വധക്കേസിലെ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ കേസ് പരിശോധിക്കുമ്പോൾ അവിടെയും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച ചില ചോദ്യങ്ങളുണ്ട്, ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ തന്നെ ഇവിടെയും ആവർത്തിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അവിടെ അജ്ഞാതനായ ആ തീവണ്ടി യാത്രക്കാരൻ, ഇവിടെ അജ്ഞാതനായ ഒരു വ്യക്തിയുടെ വിരലടയാളം ആ വീട്ടിൽ കാണുന്നു. അങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. ഈ പൊരുത്തക്കേടുകൾക്ക് കൂടി ഉത്തരം കണ്ടെത്തിക്കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. അതിന് അനുസൃതമായി കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രോസിക്യൂഷന് കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ഒരു ക്രിമിനോളജിസ്റ്റിൻ്റെ കാഴ്ചപ്പാടാണ് താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഒരു കാര്യം ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ, സൗമ്യ വധക്കേസിൽ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ സാക്ഷികൾ നേരിട്ടില്ലാത്ത ഒരു കേസാണിത്. സാക്ഷികൾ നേരിട്ടില്ലാതെ കൊലപാതകങ്ങൾ എത്രയോ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുകയില്ല എന്ന് ഒരു ക്രിമിനോളജിയും പറയുന്നില്ല, അനുഭവങ്ങളുമില്ല. അങ്ങനെയുള്ള കേസുകൾ തെളിയിക്കേണ്ടതുണ്ട്. ആ കേസുകൾ ഒക്കെ തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്വാളിറ്റിയുള്ള എവിഡൻസുകളോട് കൂടിയാണ് ഈ കുറ്റപത്രം എന്ന് ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി വിലയിരുത്തുന്നു. അതായത് ഈ കുറ്റപത്രത്തിനൊരു ക്രിമിനോളജിക്കൽ ആംഗിളുണ്ട്, ഇതിന് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആംഗിളുണ്ട്, ഇതിന് ഒരു ഫോറൻസിക് ആംഗിളുണ്ട്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ഒരു ലീഗൽ ആംഗിളുണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ക്രിമിനോളജിക്കൽ ആംഗിളാണ്. ഞാൻ ഈ കുറ്റപത്രത്തിനെ പറ്റി ഉള്ളതായ വിവരങ്ങൾ മാധ്യമങ്ങളിൽ വന്നതും SP ഉണ്ണിരാജ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ലൈംഗിക വൈകൃതമുള്ള ഒരാളാണ് ഈ അമറൂൾ എന്ന് പറയുന്ന പ്രതി എന്ന് എനിക്ക് മനസ്സിലായി. ഈ ലൈംഗിക വൈകൃതം എന്ന് പറഞ്ഞാൽ അത് പെഡോഫീലിയാകാം, കുട്ടികളോടുള്ള വൈകൃതമാകാം, അത് നെക്രോഫീലിയാകാം, ശവശരീരത്തോടുള്ളതായ വൈകൃതമാകാം, അത് സുമോഫീലിയാകാം, മൃഗങ്ങളോടുള്ള വൈകൃതമാകാം. എന്തിന് നമ്മുടെ സ്വവർഗ അനുരാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉള്ളതായ ഈ ലെസ്ബിയനിസം, അതുപോലെ ഹോമോസെക്ഷുവാലിറ്റി ഒക്കെ ലൈംഗിക വൈകൃതങ്ങളിൽ പെടുന്നതാണ്. ക്രിമിനോളജിയിൽ ഞങ്ങൾ പഠിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ വളരെയധികം ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ളതനുസരിച്ച് ഒരു പ്രത്യേക തരത്തിൽ, അതായത് ഇപ്പോൾ സുവോഫോബിയ, ഇപ്പോൾ ഒരു ആടുമായിട്ടുള്ള ബന്ധമൊക്കെ നമ്മളൊന്ന് കേട്ടിരുന്നു. അങ്ങനെ സുവോഫോബിയയിൽ അതിനകത്ത് പറയുന്നത്, അതിപ്പോഴും കുറ്റപത്രത്തിൽ അത് പറയുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ളൊരു കാര്യമുള്ളത് എന്താണ് ഈ സുവോഫോബിയ അല്ലെങ്കിൽ ബിസ്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് മെത്തേഡ് ഓഫ് അച്ചീവിങ് സെക്ഷൽ എക്സൈറ്റ്മെൻ്റ് എന്നാണ്. അപ്പോൾ ഇത് ഒരു
എക്സ്ക്ലൂസീവ് മെത്തേഡാണെങ്കിൽ ഇതുപോലുള്ള വൈകൃതമുള്ള മൃഗങ്ങളോട് വൈകൃതമുള്ള ഒരാൾക്ക് ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്താൻ താല്പര്യമുണ്ടാകുമോ, ഉണ്ടാകുകയാണെങ്കിൽ അത് ഉണ്ടാകും എന്ന് തെളിയിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. കാരണം ഉണ്ടാകില്ല എന്ന് തെളിയിക്കുന്ന സാധ്യതകൾ താങ്കളുടെ ഗവേഷണ ഫലങ്ങളിൽ മാത്രമല്ല, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനൊക്കെ പുറത്തിറങ്ങിയിട്ടുള്ള ഇത് നമ്മൾ നോക്കുമ്പോൾ ഒരു വൈകൃതമുള്ള ഒരാൾ, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ സ്വവർഗ അനുരാഗമുള്ളവർ അവർക്ക് മറ്റു തരത്തിലുള്ള വിവാഹം അവർ ആഗ്രഹിക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അനുരാഗം എന്ന് പറയുന്നത് നമുക്കറിയാം, അതിനെക്കുറിച്ചല്ല ചർച്ച. ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, മൃഗങ്ങളെ ഒരു ലൈംഗിക വൈകൃതമുള്ള ഒരാൾ ഇങ്ങനെ ഒരു വീഴ്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ മാരകമായി പിന്നീട് ആടിനെ മുറിവേൽപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ സ്ത്രീകളോട് ലൈംഗികമായി ഇടപെടില്ല, അതിന് താല്പര്യമില്ലാത്തവരായി അവർ എപ്പോഴും ആടിൻ്റെ പുറകെ മാത്രമേ പോകുകയുള്ളൂ എന്ന് ഏതെങ്കിലും ഗവേഷണത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയല്ല. ഇങ്ങനെ ഉള്ളതായ ലൈംഗിക വൈകൃതമുള്ളതായ ആളുകൾക്ക് മറ്റു തരത്തിലുള്ളതായ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ അതിന് പ്രത്യേകമായ മെഡിക്കോ സൈക്കോളജിക്കൽ എക്സാമിനേഷൻ, സൈക്കാട്രിക് എക്സാമിനേഷൻ നടത്തിയിട്ട് അത് ആ ഡോക്ടർ പറഞ്ഞു ഇയാൾക്ക് രണ്ടിനും കപ്പാസിറ്റി ഉള്ളവനാണെന്ന് പറയുകയും ആ ഡോക്ടർ കോടതിയിൽ വന്ന് വിസ്താരത്തിന് തയ്യാറാകുകയും ചെയ്യണം. കഴിഞ്ഞില്ല. അതായത് ഇത് ലൈംഗിക വൈകൃതം. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ക്രിമിനോളജിക്കലായിട്ട് പറയാനുള്ളത്, ഈ പറയുന്നതായ ഈ വ്യക്തി മദ്യലഹരിയിലായിരുന്നു എന്ന് ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. മദ്യലഹരിയിൽ ആയിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിൽ ഈ ജനറൽ എക്സെപ്ഷൻ അനുസരിച്ച് മദ്യലഹരിയിൽ ചെയ്യുന്ന കാര്യത്തിന് അതിൻ്റേതായ ചിലപ്പോൾ അയാളുടെ ഇഷ്ടപ്രകാരമല്ല വേറെ ആളെ കുടിപ്പിച്ചതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് ടോട്ടലായിട്ട് ആ ക്രിമിനൽ ലയബിലിറ്റി തന്നെ പോകും. പക്ഷേ അവിടെ അതല്ല പ്രശ്നം. ഇത് സംഭവം നടക്കുന്നത് ഏപ്രിൽ 28 ഈ പയ്യനെ റെക്കോർഡിക്കലായിട്ട് പിടിക്കപ്പെട്ടത് ജൂൺ 20 അത് ജൂൺ 16 ഇതിന് അപ്പോൾ ഈ മദ്യലഹരിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ആര് പരിശോധിച്ചു, എങ്ങനെ പയ്യനെ പറയാൻ പറ്റും? അതായത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ BSc എടുക്കണം, ബ്ലഡ് ആൽക്കഹോളിക് കഴിഞ്ഞില്ല. ഒന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ താല്പര്യം എന്തായിരുന്നിരിക്കും എന്നുകൂടി അന്വേഷിക്കാൻ ശ്രീ ജോർജ് ജോസഫിലേക്കും ഫോറൻസിക് പരമായി എങ്ങനെ കാണുന്നുവെന്ന് ശ്രീമതി അന്നമ്മ ജോണും എങ്ങനെ നിരീക്ഷിക്കുന്നു കൂടെ അറിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരിയിലേക്ക് വരാം. പക്ഷേ ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി പറഞ്ഞതുപോലെ ഈ ജൂൺ 16 അന്ന് ഏപ്രിലിൽ കഴിച്ച മദ്യത്തിൻ്റെ അളവ് എങ്ങനെയാണ് പരിശോധിച്ചത് എന്നുള്ളത് ചോദ്യമാണ്. അത് മുന്നോട്ട് വെച്ചാണ് പോലീസ് കോടതിയിൽ പയറ്റാൻ പോകുന്നതെങ്കിൽ പ്രശ്നമാകുന്നത് ഉറപ്പാണ്. പക്ഷെ അതാണെന്ന് ഇതുവരെ നമുക്ക് വ്യക്തമായിട്ടില്ല. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും അത് ഗൗരവമായി നോക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് 0.1 എങ്കിലും ബ്ലഡ് 10% ബ്ലഡ് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇയാൾ ഒരു മദ്യത്തിൻ്റെ ലഹരിയിലായിരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. 0.07 മുതൽ എത്രയായിരുന്നാലും ആ ശതമാനം ഇനി കണ്ടുപിടിക്കണമല്ലോ. ശ്രീ ജോർജ് ജോസഫ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഈ ഇൻവെസ്റ്റിഗേഷൻ ആദ്യമേ തെറ്റിപ്പോയി എന്ന് പരാതി ഉണ്ടായിരുന്ന ഒരു കേസ് തന്നെയാണ് ജിഷാവധ കേസ്. അതിനുശേഷമാണ് ഒരു ഘട്ടത്തിൽ അതിന് പെട്ടെന്ന് ചൂടുപിടിച്ചൊരു അന്വേഷണം നടക്കുന്നതും പല കാര്യങ്ങളും ഈ രീതിയിലേക്ക് ഒരു കുറ്റപത്രത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും. ഇൻവെസ്റ്റിഗേഷൻ പ്രശ്നമായിട്ടുണ്ടോ? ഇതൊരു 1500 പേജ് ഒക്കെ നമ്മൾ ഒരു ചാർജ് ഷീറ്റൊക്കെ കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഈ കേസിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ പ്രശ്നമാണ് എൻ്റെ അഭിപ്രായത്തിൽ. ആ കുറ്റച്ചാർജ് കൂടെ കണ്ടാൽ പറയാം. ഇത് കോടതി അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം ഇതിനകത്ത് മെറ്റീരിയൽ കോൺട്രഡിക്ഷനാണ് മുഴുവൻ. പോലീസ് പറഞ്ഞ് ഇപ്പം കുറ്റച്ചാർജ് പറഞ്ഞിരിക്കുന്നതും പത്രത്തിലും താഴെയിലൊക്കെ വന്നിരിക്കുന്ന പല കഥകളും ഇപ്പം അതിനകത്തുനിന്ന് മാറി. അപ്പോൾ നമുക്ക് ഈ കേസിനകത്ത് സാഹചര്യ തെളിവ് മാത്രമേ ഉള്ളൂ. ഞാൻ അതിലോട്ട് വരാം. സംശയം അങ്ങേക്ക് മനസ്സിലായില്ലല്ലോ. അങ്ങ് പറഞ്ഞത് ഈ ചാനലുകളിലും ആളുകൾ പറഞ്ഞതുമായ കഥകളിൽ നിന്ന് ഇപ്പൊ കുറ്റപത്രം മാറി എന്നാണ്. അതാണോ കുറ്റപത്രത്തിന്റെ വികലത? അത് വികലതയല്ല, അത് നല്ലൊരു അന്വേഷണ ഉദ്യോഗസ്ഥന് മാറാം. അത് റിലേ ചെയ്യുന്ന തെളിവുകൾ മാത്രം കൊടുക്കുക. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പരമപ്രധാനമായ പോസ്റ്റ്മോർട്ടമാണ്. ആ പോസ്റ്റ്മോർട്ടത്തിന് എതിരായിട്ട് പോലീസിന് പോകാൻ ഒക്കില്ല. പോസ്റ്റ്മോർട്ടത്തിനകത്ത് 3-4 കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഈ ടൈം ഓഫ് ഡെത്ത് ഈ കേസിലേക്ക്
മാറിപ്പോവും. 21 മണിക്കൂറേ പോലീസിൻ്റെ ഭാഗത്തിന് മുമ്പ് ഈ മരണം നടന്നിട്ട്. കാരണം സംഭവം നടന്ന ദിവസം 5:30 മണിക്കാണ് ആ കൊലപാതകം നടന്നതെന്നും അടുത്ത ദിവസം പോസ്റ്റ്മോർട്ടത്തിന് ടേബിളിൽ കിടത്തിയിരിക്കുന്നത് 3 മണിക്കാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കാണുന്നത്. 21 മണിക്കൂർ അല്ലെങ്കിൽ 22 മണിക്കൂർ. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ അന്ന് മുതലേ പറയുന്നുണ്ട്, അങ്ങനെ ഒരു മാർബിളിംഗ് എന്നുണ്ടെങ്കിൽ 36 മണിക്കൂറും 48. മാർബിളിംഗ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള സ്കിന്ന് നമുക്ക് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ റിജിഡിറ്റി വടി പോലെ ഇരിക്കുന്ന അവസ്ഥ 24 മണിക്കൂർ എടുക്കും. അത് പാസ് ഓഫ് ചെയ്യാൻ 12 മണിക്കൂർ എടുക്കും. 36 മണിക്കൂർ ശേഷം മാത്രമേ ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വരുന്ന ഒരു ശരീരത്തുണ്ടാകുന്ന ഒരു ഭാവമാറ്റമാണ്, അല്ലെങ്കിൽ ഭാവമാറ്റമല്ല, ഒരു രൂപമാറ്റമാണ് സ്കിന്ന് അടന്നു പോവുക. ആ സ്കിന്ന് അടന്നു പോകുന്നതിനാണ് മാർബിളിംഗ് എന്ന് ഫോറൻസിക് സയൻസിൽ പറയുന്നത്. ആ മാർബിൾ ഈ കുട്ടിയുടെ കഴുത്ത്, നെഞ്ച്, കവിൾത്തടം, ഈ ഭാഗങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന് ഒരു ടൈം ഓഫ് ഡെത്ത് മാറിയിരിക്കുന്നു. 48 hours ഇനിയുണ്ട്. ഒന്ന്, ആ കുട്ടി മൂത്രം ഒഴിച്ചിട്ടില്ല. യൂറിനറി ബ്ലാഡർ എം ടി ആണെന്നാണ് എം ടി അല്ല, നിറയെ മൂത്രം ഇരിക്കുന്നു. അപ്പം പ്രഷറൊന്നും അധികം ചെന്നിട്ടില്ല. പിന്നെ ഇതിനകത്തുള്ള ഇപ്പം കണ്ടെടുത്തിരിക്കുന്ന വെപ്പം കൊണ്ട് ഈ ഒരു മുറിവ്, ഇതിനകത്തുള്ള 38 മുറിവ് ഉണ്ടാക്കാൻ പറ്റില്ല. 38 മുറിവോളം പറയുന്നുണ്ട്. ആ കുട്ടിയുടെ ഒരു ഹുക്കുള്ള ഒരു സാധനമാണ് അത്. വെപ്പണമെന്ന് ഞാൻ പറയത്തില്ല, ഒരു ആയുധം. കാരണം വജൈനൽ ഏരിയയിൽ, കാരണം 38 ഒരു കഴുത്തിന് ചുറ്റും ഒരു 5 കുത്തിമുറിവ്, അതുപോലെ തന്നെ അബ്ഡോമനിലേക്ക് വയറ്റിൻ്റെ അവിടെ ഒരു മുറിവ്, വജൈനൽ ഏരിയ മുതൽ ഒരു സാധനം ഇട്ടിട്ട് റെക്റ്റം വരെ കീറിയിരിക്കുകയാണ്. ആ റെക്റ്റം വരെ കീറിയിരിക്കുന്നതിനിടയ്ക്ക് കത്തി ഈ വെപ്പൺ വലിക്കുമ്പം ഇൻഡസ്റ്റൈൻ്റെ 30 സെൻറ്റിമീറ്റർ നീളത്തിൽ അതിൻ്റെ ഇൻഡസ്റ്റൈൻ്റെ ഒരു ഭാഗം വെളിയിലോട്ട് വന്നതിൻ്റെ കൂടെ മെസൻട്രി സാധനം കൂടെ ഇങ്ങ് വന്നു. എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്റ്റൈന് അത് ലാർജ് ഇൻഡസ്റ്റൈനുമായിട്ട് ഘടിപ്പിച്ച് കിടക്കുന്ന നൂല് പോലുള്ള സാധനം കൂടെ കുറച്ചുകൂടെ ഇങ്ങ് വന്നു. അത് കത്തി കയറിയാൽ ഈ സാധനം വെളി വരില്ല. അപ്പം അതേ വെപ്പം കൊണ്ട് തന്നെയായിരിക്കണം ഈ ജുഗുലാർ വെയും കട്ട് ചെയ്ത് പോയെന്ന് പറയുന്നത് 5 സ്ഥലത്ത്. ശരി, ഇതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ. അത് കണ്ടതുപോലെ വിവരിക്കുന്ന ശ്രീ ജോർജ് ജോസഫിനോട് ഞാൻ ചോദിക്കട്ടെ, എന്താണ് പറഞ്ഞു വരുന്നത്? ഈ കേസിൽ അമീറുൽ ഇസ്ലാം അല്ല കൊന്നതെന്നോ? അത് ഇതിനകത്ത് 2 തെളിവ് മാത്രമേ പോലീസിൻ്റെ കയ്യിലുള്ളൂ. സലൈവ, അത് കോടതി പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ആ സലൈവ കണ്ടെടുത്തിരിക്കുന്ന ആ കുട്ടിയുടെ ഷോൾഡറിലുള്ള ബൈറ്റ് മാർക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്കറിഞ്ഞുകൂടാ അത് ബൈറ്റ് മാർക്കാണോ എന്ന് എനിക്ക് സംശയമാണ് ഇന്നും. അത് ഈ വെപ്പൻ്റെ എഡ്ജ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ഇനിയും പരിശോധിക്കും. തിരിച്ചു വരാം. ശ്രീമതി അന്നമ്മ ജോൺ, മുൻപ് ഒരു ഘട്ടത്തിൽ ശ്രീ ജോർജ് ജോസഫ് ഉന്നയിച്ച ഈ കാര്യത്തിന് മറുപടി കൊടുത്തതാണ് ശ്രീമതി അന്നമ്മ ജോൺ. ഇന്നത് വീണ്ടും അദ്ദേഹത്തിന് ആ സംശയം അതുപോലെ നിൽക്കുന്നു. മാർബിളിംഗ് 48 മണിക്കൂർ ആയി എന്ന്, ഈ മരണം നടന്നിട്ട് 48 മണിക്കൂർ ആയി എന്ന് സ്ഥാപിക്കാനാണ് ശ്രീ ജോർജ് ജോസഫ് ഈ മാർബിളിങ്ങിൻ്റെ പോസ്റ്റ്മോർട്ടത്തിലെ ആ വാക്ക് എടുത്തിടുന്നത്. മാർബിളിംഗ് 48 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണോ എന്ന് പറഞ്ഞു തുടങ്ങാം വീണ്ടും ശ്രീമതി അന്നമ്മ ജോൺ. എനിക്ക് ഈ കാര്യത്തിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ മുടന്തൻ ന്യായങ്ങളും ഈ ഫ്ലിംസി ആയിട്ടുള്ള എക്സ്ക്യൂസസ് നിരത്തി ഈ കേസിൻ്റെ പ്രാധാന്യം കളയരുത്, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ഈ കേസിനെ കുറിച്ചും പോലീസ് ചെയ്യുന്നതെല്ലാം വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യരുത് എന്ന് എനിക്ക് പറയണമെന്ന് പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹമുണ്ട്. അല്ല, അങ്ങനെ ചെയ്തു തന്നെയാണല്ലോ അത് പറയരുത്. സൗമ്യ കേസിന് എല്ലാ ഫോറൻസിക് മെഡിസിന്റെ ബുക്കുകളിലും ഇത് പറയുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അല്ലല്ലോ ഇത്. ശ്രീമതി അന്നമ്മ ജോൺ പറയൂ. ഫോറൻസിക് എക്സ്പെർട്ട് എന്നല്ലേ ഉള്ളൂ. വീണ്ടും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വെച്ച് സ്ഥിരീകരിക്കാവുന്ന ഒരു കേസാണിത്. ഇവിടെ ദൃക്സാക്ഷി, ഈ ക്രൈം ചെയ്യുന്നതിനൊരു ദൃക്സാക്ഷി ഇല്ലെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ട ഒരു ഐ വിറ്റ്നസ് ഉണ്ട്. അവർ കൃത്യമായിട്ട് ആ കാര്യം പറയുന്നുണ്ട്. പിന്നെ ഈ പ്രതിയുടെ സാന്നിധ്യം ഈ വിക്ടിമിന്റെ വീട്ടിലുണ്ടെന്നുള്ളതിന് സ്പഷ്ടമായ സയന്റിഫിക് എവിഡൻസ് DNA നടത്തി സ്ഥിരീകരിച്ചിട്ടുണ്ട്.
അതായത് ആ പ്രതി അവിടെ വന്നു എന്നുള്ളതിന് അയാളുടെ DNA ആ വീടിന്റെ ടവർ ബോൾട്ടിൽ നിന്ന് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ജിഷയുടെ കൈയുടെ നഖത്തിനിടയിൽ നിന്ന് അയാളുടെ പ്രതിയുടെ ടിഷ്യൂസ് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ DNA കണ്ടുപിടിച്ചിട്ടുണ്ട്. വീണ്ടും ഈ സലൈവ എന്ന് പറയുന്ന ഈ ചുരിദാറിന്റെ പുറമെ കടിച്ച് ഉണ്ടായ ബൈറ്റ് മാർക്കിന്റെ സ്ഥാനത്തുള്ള ആ സ്കിൻ തുണിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത സലൈവയിൽ നിന്ന് ഈ അമീറിന്റെ DNA സക്സസ്ഫുൾ ആയിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ആവശ്യത്തിനുള്ള സയന്റിഫിക് എവിഡൻസ് പ്രതിയുടെ സാന്നിധ്യം ആ ഇരയുടെ സമീപത്തും ആ ബോഡിയിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് സംശയരഹിതമായിട്ട് സ്ഥിരീകരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ എന്തിനാണ് ഈ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് പോകുന്നത് എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഇത് എപ്പോഴും നമ്മുടെ സിസ്റ്റത്തിന് ഒരു വിപരീത ഫലം മാത്രമാണ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ പോലീസ് ചെയ്യുന്നതെല്ലാം ഏതാണ്ട് കുറ്റമാണെന്നുള്ള ഒരു അല്ലെങ്കിൽ തെറ്റുള്ള ഒരു രീതിയിലാണ്. ആ കാര്യത്തിൽ ശ്രീമതി അന്നമ്മ ജോൺ പറഞ്ഞതിനെ ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ശ്രീ ജോർജ് ജോസഫ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇനി പറയുകയും ചെയ്യും. പക്ഷേ ശ്രീമതി അന്നമ്മ ജോൺ, ഒന്നുകൂടി ഞാൻ ആവശ്യപ്പെടുന്നത്, ഈ മാർബിളിംഗ് എന്നൊരു വാദം വച്ചാണ് ശ്രീ ജോർജ് ജോസഫ് തുടങ്ങുന്നത്. അദ്ദേഹത്തിന് പോലീസിനെ സംശയിക്കാൻ ഇപ്പോഴും ആദ്യം നിരത്താനുള്ളത് 48 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അമീറുൾ വന്ന് കൊല നടത്തി എന്ന് പറയുന്ന സമയം ശരിയല്ല. മാർബിളിംഗ് എന്ന വാക്കുണ്ടെങ്കിൽ പിഴച്ചു എന്നാണ് അദ്ദേഹം ഇപ്പോഴും സയൻസ് പഠിച്ചിട്ടുള്ള മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഇപ്പൊ ഈ 5:10 ഈ പറയുന്ന ഈ ജിഷയെ കണ്ട സാക്ഷികളുണ്ടല്ലോ, അവിടെ 5 മണി ഈ 5-നും 6-നും ഇടയിലുള്ള ഒരു സമയത്താണല്ലോ മരണം സംഭവിക്കാൻ സാധ്യതയുള്ളത്. അത് കഴിഞ്ഞ് ഈ പിറ്റേ ദിവസം പോലീസ് ഈ ബോഡി പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തിക്കുന്നതിന് മുമ്പായിട്ട് ഉള്ള ആ ടൈം ഇന്റർവെല് ഈ മാർബിളിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അത് ആവശ്യമായിട്ടുള്ള സമയം അതിൽ തന്നെ ഉണ്ട്. 14 മണിക്കൂർ കഴിഞ്ഞാൽ മാർബിളിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്ന, സക്സസ്ഫുൾ ആയിട്ട് മാർബിളിംഗ് ഉണ്ടാകാമെന്ന് വ്യക്തമായി ഫോറൻസിക് മെഡിസിന്റെ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. അത് ഏതെങ്കിലും ഡോക്ടറോട് സംശയം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ചോദിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് ഞാൻ ശ്രീമതി അന്നമ്മ ജോണിന് ഒന്നുകൂടി അതിനകത്ത് ശ്രീ ജോർജ് ജോസഫിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അങ്ങ് ശ്രമിക്കുന്നിടത്ത് ഞാൻ ഒന്നുകൂടി അങ്ങേ സഹായിക്കാൻ ശ്രമിക്കുന്നു. മുൻപ് ശ്രീമതി അന്നമ്മ ജോൺ പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ ഉള്ളത് വെച്ച് ഞാൻ പറയുകയാണ്. ഈ ബോഡി മുഴുവൻ ഡീകമ്പോസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു, മാർബിളിങ്ങിലേക്ക് പോയിട്ടില്ലായിരുന്നു. ബോഡിയുടെ ഒരു മുകൾ ഭാഗം മാത്രം, മുഖം, ചിൻ, നെക്ക്, ചെസ്റ്റ്, ടോപ്പ് ഓഫ് ഷോൾഡേഴ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഭാഗങ്ങളിൽ മാത്രമാണ് മാർബിളിംഗ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ശ്രീമതി അന്നമ്മ ജോൺ ഇപ്പോൾ പറഞ്ഞ സമയപരിധിക്കകത്ത് മാർബിളിംഗ് നടക്കാൻ സാധ്യതയുള്ളത് തന്നെ എന്നാണോ പറയുന്നത്? തീർച്ചയായും വ്യക്തം. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പൊ കാര്യങ്ങൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, വ്യക്തമാണ് കാര്യങ്ങൾ. ഇവിടെ നിന്നാണ് ഇനി കോടതിയിൽ നടക്കാൻ പോകുന്ന സീനിലേക്ക് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ അമീറുളിന് വേണ്ടി വാദിക്കാൻ അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് എത്തുമോ എന്ന് നേരത്തെ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ആരൊക്കെയോ സംശയം ഉന്നയിച്ചു. അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനും വേണമെങ്കിൽ ഒന്ന് സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിൽ ഒന്ന് വാദിക്കാവുന്നതാണ്. ഈ പറഞ്ഞതൊക്കെയാണ് വാദങ്ങൾ എങ്കിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എങ്ങനെ വാദിക്കാൻ പറ്റും? അല്ല, ഇവിടെ നമ്മൾ ഈ ചർച്ചയിൽ ഈ കുറ്റപത്രത്തെ നഖശിഖാന്തം എതിർത്ത് അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതായിരിക്കും അല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. നമ്മെ സംബന്ധിച്ച് പൊതു താല്പര്യം മുൻനിർത്തി ഈ വധക്കേസിലെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി ഉചിതമായ ശിക്ഷ നൽകുക, അതാണ് നമ്മുടെ ആവശ്യം. ഇവിടെ ഇപ്പോൾ ഫോറൻസിക് സംബന്ധമായ അന്വേഷണത്തിൻ്റെ ആ ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ പറയുകയുണ്ടായി. അതിന് വിദഗ്ധരായ ആളുകൾ പറയുന്നുണ്ട്. എനിക്ക് ആ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ, ഞാനത് വായിച്ചിട്ടുമില്ല. പക്ഷെ ഇവിടെയുള്ള ഒരു കാര്യം വ്യക്തമാണ്, ഈ ഘട്ടത്തിൽ നിന്ന് സൗമ്യ വധക്കേസിനേക്കാൾ സങ്കീർണമായിരിക്കും, പ്രയാസകരമായിരിക്കും ജിഷ വധക്കേസിലെ വിചാരണ. അത് ആ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഇതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വളരെ സമർത്ഥമായ രീതിയിൽ ഈ കേസ് അവതരിപ്പിക്കുന്നില്ലെങ്കിൽ അപ്പുറത്ത് പ്രോസിക്യൂഷന് വേണ്ടി, പ്രതിക്ക് വേണ്ടി വരുന്ന ആരെന്ന് നമുക്കറിയില്ല, ആരായാലും വളരെ വിദഗ്ധമായ രീതിയിലാക്കി ഈ കേസ് വരുമ്പോൾ സൗമ്യ കേസ്
താരതമ്യം ചെയ്യുമ്പോൾ അത് കുറേ കൂടി സൗമ്യമായ കേസ് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ അതിക്രൂരമായ രീതിയിലുള്ള ഒരു കൊലയാണ് ജിഷയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. അവിടെ തെളിവുകളില്ല. തെളിവുകൾ ഉള്ളതിൻ്റെ DNA തെളിവുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഈ ശാസ്ത്രീയമായ തെളിവ് പോലീസ് പറയുന്നത് അതിലൊക്കെ വല്ലാതെ സങ്കീർണമായ അവസ്ഥകളുണ്ട്. ഈ അവസ്ഥകളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് കോടതിയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിയണം. അത് എങ്ങനെ എന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ പുറത്തു നിന്ന് ആലോചിക്കേണ്ടത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ ഘട്ടത്തിൽ ഈ ശാസ്ത്രീയമായ തെളിവുകൾ മാത്രമാണ് എന്ന് പോലീസും പറയുന്നു. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ പോലീസും പറയുന്നുണ്ട് ഇതുവരെ വിജയിച്ചു, ഇനിയുള്ളത് കുറച്ച് കടുപ്പമേറിയ ഘട്ടം തന്നെയാണ്, വിചാരണ അത്ര എളുപ്പമുള്ള ഒരു ഘട്ടമല്ല എന്ന് പോലീസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ വാദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അമീറുൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ജിഷയെ കീഴ്പ്പെടുത്തുക? ഈ പറഞ്ഞ കത്തി അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ച് ഇങ്ങനെയുള്ള മുറിവുകൾ എങ്ങനെയാണ് വരുത്തുക? ഈ പറഞ്ഞ രീതിയിൽ മാർബിളിംഗ് പ്രശ്നം ഉയർത്തിക്കൊണ്ട് ഇതിൻ്റെ സമയത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. മുൻപ് പറഞ്ഞു കേട്ടിരുന്ന വേറെ ചില വിരലടയാളങ്ങളുടെ കാര്യങ്ങൾ മറ്റു ചില ആളുകളാണ് ഈ കൃത്യം നടത്തിയത് എന്നതൊക്കെ ഈ കഥകളാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട്. തൽക്കാലം അമീറുൾ മാത്രം അവിടെ നിൽക്കുന്നു. അങ്ങനെ അമീറുളിനെ കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു വാദം വരികയാണെങ്കിൽ അത് ഈ കുറ്റപത്രത്തിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്ന തെളിവുകൾ വച്ച് മുന്നോട്ട് പോകുന്നതിന് വാദിക്കുന്നതിന് ഒരു പ്രശ്നം അങ്ങ് കാണുന്നുണ്ടോ? അല്ല, സബ് ജുഡീസ് ആയിക്കഴിഞ്ഞ ഒരു കേസിനെ കുറിച്ച് അതിൻ്റെ അന്തിമ വിധി എന്തായിരിക്കും നമ്മളിപ്പോൾ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഒരു പൊതു താല്പര്യത്തിൽ മുൻനിർത്തി നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിനകം കേട്ട കാര്യങ്ങളൊക്കെ പോലീസ് പറഞ്ഞ ഈ കഥകൾ മാധ്യമങ്ങളുണ്ടാക്കിയ കഥകളല്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ള കഥകൾ തന്നെയാണ്. അതൊക്കെ അവർ വെറുതെ പറഞ്ഞതാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടെയാണ് അന്ന് പല്ലിന് വിടവുള്ള ഒരാൾ, മുടി ചുരുണ്ട ഒരാൾ, അയാളുടെ രേഖാചിത്രം പുറത്തുവിട്ടിരുന്നു. പിന്നെ അറിയപ്പെടാത്ത ഒരു മൂന്നാമനുണ്ട്. അതാണ് വലിയൊരു വിഷയം. ഒരു മൂന്നാമൻ്റെ വിരലടയാളം നമ്മുടെ മുന്നിലുണ്ട്. അത് ആര് എന്നറിയില്ല. ഇടയ്ക്കൊരു പേര് കേട്ടിരുന്നു, ആ പേരുകാരനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആയുധവും മുറിവുകളുമായി പൊരുത്തപ്പെടുന്നില്ല. ആയുധം കണ്ടെത്തിയത് തന്നെ സ്വീകാര്യമായ രീതിയിലാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പറയുന്ന ഈ ശാസ്ത്രീയമായ തെളിവുകൾ നമുക്ക് പരിചയമില്ലാത്ത കുറേ വാക്കുകളും കാര്യങ്ങളൊക്കെ കേട്ടു. അതിനെല്ലാം അപ്പുറത്ത് ഒരു സാധാരണ കൊലക്കേസ് ആണെങ്കിൽ പോലും അവിടെ തെളിയിക്കേണ്ടതായ കാര്യങ്ങൾ അത് പൂർണ്ണമായും തെളിയിക്കാൻ ഒരു കണ്ണി പോലും ദുർബലമാകാതെ ഈ പ്രോസിക്യൂഷൻ സ്റ്റോറി കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയണം. ഞാൻ കഴിയുമ്പോൾ ഞാൻ സംശയമൊന്നും പ്രകടിപ്പിക്കുന്നില്ല, പക്ഷെ അത് കഴിയണം. ഇതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ് അങ്ങ് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ സുപ്രീം കോടതിയിൽ പല ചോദ്യങ്ങളും ഉണ്ടാകും. അന്ന് അവിടെ വാദം നടത്തിയത് ശരിയായില്ല, അങ്ങനെയൊക്കെയുള്ള കുറ്റാരോപണങ്ങൾക്ക് പകരം ഇപ്പോഴാണ് കേസിൻ്റെ ആരംഭിക്കുകയാണ്. ആ അസ്ഥിവാരം ഭദ്രമായിരിക്കണം. റൈറ്റ്, തിരിച്ചു വരാം. ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ഇവിടെ ചാർത്തപ്പെട്ടിട്ടുള്ള കുറ്റങ്ങൾ എന്ന് പറയുന്നത് കൊലപാതകം, ബലാത്സംഗം, വീട്ടിൽ അതിക്രമിച്ചു കിടക്കൽ, തെളിവ് നശിപ്പിക്കൽ, പട്ടാകത്തിനെതിരായ അതിക്രമം. ഇതിൽ ഏതാണ് ഈ അമീറുൾ ഇസ്ലാമിന് ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ ചെയ്യാൻ പറ്റാത്ത ക്രിമിനോളജിക്കൽ സയൻസിലുള്ള ഘട്ടങ്ങൾ? അതായത് എനിക്ക് ക്രിമിനോളജിക്കലായിട്ട് പറഞ്ഞാൽ, അതായത് ഈ ജിഷയിൽ അർത്ഥബോധാവസ്ഥയിൽ മദ്യം അകത്ത് ചെന്നെന്ന് പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ആ അർത്ഥബോധാവസ്ഥയിൽ പോയതായ അവരുടെ ഓറൽ സ്വാബ് എടുക്കണം. അതിനകത്ത് ഈ അർത്ഥബോധാവസ്ഥയിലായതുകൊണ്ട് ഈ മദ്യം മുഴുവൻ അകത്ത് പോകാൻ സാധ്യതയില്ല. കുറേ ആ സ്വാബ് എടുക്കണം. അതുകൂടാതെ അവരുടെ ഭക്ഷണത്തിൽ ഇതുണ്ടോ എന്ന് നോക്കണം, അവരുടെ രക്തത്തിലുണ്ടോ എന്ന് നോക്കണം. അതിന് കെമിക്കൽ എക്സാമിനേഷന് ഇത് അയക്കണം. അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് സമയമൊക്കെ കുറേയൊക്കെ നിശ്ചയിക്കാൻ പറ്റും. അവിടെ ക്രിമിനോളജിക്കലായിട്ട് പറഞ്ഞാൽ ബലാത്സംഗം നടത്തിയെന്ന് കുറ്റപത്രത്തിലുണ്ട്. അതിൽ കഴിഞ്ഞിട്ട് അവരുടെ പ്രൈവറ്റ് പാർട്സ് എന്തോ ആയുധം ഉപയോഗിച്ച് ആകെ വളരെ ഡാമേജഡ് ആക്കി കളഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്രിമിനോളജിയിൽ പറയുന്നത് ഇയാളൊരു സെക്ഷൽ സാഡിസ്റ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ അത് കറക്റ്റാണ്. ഇവിടെ സെക്ഷൽ വൈകൃതമുള്ള ആളാണെന്ന് പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആടുമായിട്ടുള്ള വൈകൃതമാണോ അതോ ഈ സെക്ഷൽ സാഡിസം എന്നുള്ള വൈകൃതമാണോ?
അതങ്ങ് പറയുമ്പോഴും അങ്ങേക്കും ഉറപ്പില്ല ഈ ആടുമായിട്ടുള്ള വൈകൃതമുള്ള ആൾ സ്ത്രീകളുമായി വൈകൃതം നടത്താൻ സാധ്യതയില്ലേ എന്നുള്ള കാര്യത്തിൽ തെളിവുകളില്ല. അത് തീർച്ചയായും അതൊരു ടെസ്റ്റ് നടത്തി മാത്രം തെളിയിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞത് പക്ഷെ നമുക്ക് ഊഹിക്കാം. എൻ്റെ ഒരു വാദം ഇതാണ് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, എൻ്റെ അല്ല, നമുക്ക് സാധാരണ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. ഈ സെക്ഷൽ വൈകൃതമുള്ള ആൾ പോലീസിന് അത് കൺവിൻസിംഗ് ആയി, അദ്ദേഹത്തിന് സ്ത്രീകളുമായും ഇത്തരം ഇടപാടുകൾ നടത്തുന്നതിന് യാതൊരു പ്രശ്നവുമില്ലാത്ത ആളാണെന്ന് പോലീസിന് കൺവിൻസിംഗ് ആയിട്ടുണ്ട്, ആടുമായുള്ളതിന് തെളിവും മുൻ കേസുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്ത്രീകളുമായി ലൈംഗിക വൈകൃതത്തിൽ ഏർപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ലൈംഗിക വൈകൃതം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ അങ്ങ് പരമ്പരാഗതമായ റേപ്പിൽ കാണുന്ന പല കാര്യങ്ങളും ഇവിടെ കാണാത്തതും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നമുക്ക് കോടതിയെ വിശ്വസിപ്പിക്കാൻ, പോലീസ് മാത്രം വിശ്വസിക്കേണ്ട കാര്യമില്ല, കോടതിയെ വിശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് ഇയാൾ ഒരു മെഡിക്കോ സൈക്കാട്രിക് എക്സാമിനേഷന് വിധേയമാക്കിയിട്ട് അവരെ കോടതിയിൽ വന്ന് വിസ്തരിക്കാനായിട്ടുള്ള സൗകര്യം ആക്കണം. ഞാൻ അവിടെയല്ല പറഞ്ഞത്, ഈ സെക്ഷൽ സാഡിസം അതിനെപ്പറ്റി പറയുന്നത് individuals with a disorder, sexual sadism, may for many years engaged in sadistic act എന്നാണ് പറയുന്നത്. അതനുസരിച്ച് ഒരു രാത്രി കൊണ്ടോ പെട്ടെന്നോ ഒരാളുണ്ടാകുന്നതല്ല ഈ സെക്ഷൽ സാഡിസം. അപ്പോൾ അതിനകത്ത് എക്സ്ട്രീം കേസിലാണ് ഇയാൾ കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുക, ഇയാൾക്ക് ഇതിനു മുമ്പ് ഇതുപോലെയൊക്കെ ഉള്ളതായ ഒരു ഹിസ്റ്ററി ഓഫ് സെക്ഷൽ സാഡിസം ഉണ്ടോ എന്ന് തെളിയിച്ചാൽ ഈ പറഞ്ഞതുപോലെ ഈ ക്രിമിനോളജിക്കലായിട്ട്. ജെയിംസ് വടക്കഞ്ചേരി, അതിനോട് എങ്ങനെയാണ് ഒരു സാമാന്യ യുക്തിക്ക് നമുക്ക് യോജിക്കാൻ സാധിക്കുക? ശ്രീ ജോർജ് ജോസഫ് എന്ന പോലീസുകാരൻ തന്നെ പറയട്ടെ, മുൻപ് ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്ത, ഒരു റെക്കോർഡും ട്രാക്ക് റെക്കോർഡും ഇല്ലാത്ത ഒരാൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ കൊലയാളിയായി മാറാം, ബലാത്സംഗം ചെയ്യാം, തെളിവ് നശിപ്പിക്കാം, അതിക്രമങ്ങൾ നടത്താം, പട്ടികജാതി വിഭാഗത്തിനെതിരായ അതിക്രമവും നടത്താം. ഇത് അമീറുൾ ആയതുകൊണ്ട് ഇതിനൊക്കെ ഹിസ്റ്ററി വേണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മുൻപ് കേസുകളിൽ പ്രതിയായ മാത്രമേ ഇതിൽ ഇനി ഫലിപ്പിക്കാൻ സാധിക്കൂ എന്ന് പോലീസിന് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? സെക്ഷൽ സാഡിസം ഞാൻ അന്നമ്മ ജോണിനെ എനിക്ക് പരിചയമില്ല. എനിക്ക് അവരുടെ ആ വൈകാരികമായ ഈ കേസിലേക്കുള്ള എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഫോറൻസിക് മെഡിസിനാണോ ഫോറൻസിക് സയൻസാണോ എനിക്കറിയത്തില്ല. ഞാൻ പോലീസിനെ ആദ്യം മുതൽ പറയുന്നത് കറക്റ്റ് ട്രാക്കിൽ പോകാൻ ഉദ്ദേശിച്ചത് ഞാൻ പോലീസുകാരൻ തന്നെയാണ്. അതുകൊണ്ട് കറക്റ്റ് ഇതെല്ലാം പറയണത്, ഇതെല്ലാം കവർ ചെയ്യും, തള്ളേണ്ടത് തള്ളുകയും കൊള്ളുകയും ചെയ്യണം പോലീസ്. ഇതിനകത്ത് എല്ലാം ഒന്നും നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലീസ് അത് പോലീസ് കവർ ചെയ്തിട്ടുണ്ടെന്ന് കുറ്റച്ചാർജ് കണ്ടെങ്കിലേ നമുക്ക് അറിയത്തുള്ളൂ. ഇതെല്ലാം പറയണത് അന്നമ്മ ജോൺ ഒരു ഫോറൻസിക് മെഡിസിൻ ആണോ ഫോറൻസിക് സയൻസ്, അത് തർക്കത്തിനല്ലേ. ഫോറൻസിക് മെഡിസിന്റെ കാര്യം പറയാൻ പാടില്ല, ഫോറൻസിക് സയൻസ് ബയോളജിസ്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർ ഞാൻ ഇതുപോലുള്ള പോസ്റ്റ്മോർട്ടത്തിൽ തന്നെയാണ് പല കേസുകളും പിടിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആയിരുന്നു, ഒരു വക്കീലുമാണ്. ആ നിലയ്ക്ക് അങ്ങേക്ക് പറയാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം ഫോറൻസിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദിവസേന ഈ കാര്യങ്ങൾ ഇടപെടുന്ന അന്നമ്മ ജോണിനും അത് പറയാൻ സാധിച്ചേക്കും. അല്ല, ഫോറൻസിക് എന്ന് പറയരുത്, ഫോറൻസിക് സയൻസും ഫോറൻസിക് മെഡിസിൻ രണ്ടും. ശരി, എന്നാലും പോലീസുകാർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് അവരുടെ തന്നെ നിഗമനങ്ങളല്ല ആ കാര്യത്തിൽ. അത് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ ഞാൻ പറഞ്ഞിട്ടില്ല, അവരുടെ സബ്ജക്റ്റ് അല്ല, മെഡിസിൻ ആണ് പറയുന്നത്. അല്ല, ചോദ്യം ഇതാണ്, മാർബിളിംഗിൽ ഇപ്പോ അവരുടെ ഒപ്പീനിയൻ പറയേണ്ട, അത് പോസ്റ്റ്മോർട്ടം ഡോക്ടറാണ് പറഞ്ഞ ഒപ്പീനിയൻ എന്താണ് ശാസ്ത്രീയമായ തെറ്റ്? അല്ല, അത് സയൻസിൽ വരുന്നതല്ല. ശരി, ആയിക്കോട്ടെ ശ്രീ ജോർജ് ജോസഫ്, അതിനെ ഖണ്ഡിക്കാൻ അങ്ങേക്ക് എന്ത് സയൻസ് ആണ് കയ്യിലുള്ളത്? ഞാൻ പറയണത്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിനകത്ത് മെറ്റീരിയൽ കോൺട്രിബ്യൂഷൻ വരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായിട്ട് ഈ അന്വേഷണ റിപ്പോർട്ട് കോടതി കൊടുത്തിരിക്കുന്ന ചാർജ് മെറ്റീരിയൽ കോൺട്രിബ്യൂഷൻ വന്ന കേസ് പോകും. നല്ല ഉദ്ദേശം ഇല്ല എന്ന് പറയുന്നതിന് കാരണം അന്നമ്മ ജോൺ പറഞ്ഞത് ഈ പറഞ്ഞ 14 മുതൽ 18 മണിക്കൂർ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും മാർബിളിംഗിന്റെ സാധ്യതകൾ അവിടെ ഉണ്ടാകാം ഈ ബോഡിക്ക്. അത് കണ്ടു തുടങ്ങാമെന്ന് അനുഭവം പറയുമ്പോൾ അത് കോട്ട് ചെയ്യുന്നു ശ്രീമതി അന്നമ്മ ജോൺ. ശ്രീമതി അന്നമ്മ ജോൺ, ഫോറൻസിക് മെഡിസിൻ പറയണം. ശ്രീമതി അന്നമ്മ ജോൺ, താങ്കൾക്ക് അതിനകത്ത് സംശയമുണ്ടോ? അത് വേറൊരു ഫോറൻസിക് മെഡിസിനിൽ തന്നെ പോയി കാര്യങ്ങൾ പറഞ്ഞു വരണമോ? സാറേ, ഫോറൻസിക് സയൻസിന്റെ ഒരു ഭാഗമാണ് ഫോറൻസിക് മെഡിസിനും. ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്നതും സയൻസ് തന്നെയാണ്. പിന്നെ ഈ സമയത്തിന്റെ കാര്യത്തില് ഞാനൊരു ബയോളജിസ്റ്റ് പറഞ്ഞതില് ഒരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയ ദൂരീകരണത്തിന് നിശ്ചയമായി ഒരു ഫോറൻസിക് ഡോക്ടറെ സമീപിക്കാം. ഞാൻ അതിൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ
അല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന സയന്റിഫിക് എവിഡൻസിനെ കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റും. പോലീസ് വളരെ കൃത്യമായിട്ട് പ്രതിയുടെ സാന്നിധ്യം അവിടെ ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള സയന്റിഫിക് എവിഡൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. അതിനകത്ത് യാതൊരു സംശയത്തിന്റെ ഇടയില്ല. ഇത് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ശ്രീമതി അന്നമ്മ ജോൺ, ഈ ചെരുപ്പിലെ DNA, ചെരുപ്പിൽ കണ്ട മണ്ണ് ഈ ജിഷയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതാണ് എന്നുള്ളത്, ഈ വാതിൽ പടിയിലും മറ്റുള്ള ഇടങ്ങളിലും കണ്ട രക്തക്കറയിലെ DNA, അമീറുൽ ഇസ്ലാമിൻ്റെ തൊലി ജിഷയുടെ നഖത്തിൽ നിന്ന് ലഭ്യമായത് തിരിച്ചും ആണെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള തെളിവുകൾ ഒക്കെ തന്നെ അമീറുൽ ഇസ്ലാമിനെ ഈ സീനിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്നതല്ല എന്ന് അന്നമ്മ ജോണിന് ശാസ്ത്രീയമായി വിശ്വസിക്കാൻ പറ്റുന്നതാണ് എന്നാണ് പറയുന്നത്. സംശയരഹിതമായിട്ടും പ്രതിയുടെ സാന്നിധ്യം കൃത്യസ്ഥലത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് ശ്രീ ജോർജ് ജോസഫ് എവിടെയാണ് തർക്കിക്കുന്നത്? അല്ലാതെ ഞാൻ തർക്കമില്ലല്ലോ, ഞാൻ അതല്ലല്ലോ. അപ്പൊ എന്റെ സംശയം ഇതാണ്. അപ്പൊ അതാണ് ജനങ്ങൾക്കും തെറ്റിദ്ധാരണ പരത്തരുത് എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹം. രണ്ട് വിഷയം. അങ്ങനെയാണെങ്കിൽ താങ്കൾ അവിടെ അംഗീകരിക്കുന്നു ശ്രീ അമീറുൽ ഇസ്ലാം എന്ന പ്രതി അവിടെ ഉണ്ട്. അങ്ങേക്ക് സംശയം ഇപ്പോൾ ഈ അമീറുൽ ഇസ്ലാം അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം തന്നെയാണോ ഈ സൗമ്യയുടെ കേസിൽ നമ്മൾ ചിലരൊക്കെ സംശയിച്ചതുപോലെ ഈ ബലാത്സംഗം ചെയ്തത് ഈ അമീറുൽ ഇസ്ലാം ആണോ? കാരണം ജെയിംസ് വടക്കഞ്ചേരി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് ഈ ബലാത്സംഗം തന്നെ ഇദ്ദേഹത്തിന് പറ്റില്ല, ആടുണ്ടെങ്കിലേ പറ്റൂ. അപ്പൊ അമീറുൽ ഇസ്ലാം വെറുതെ ഒന്ന് സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ജിഷയുടെ വീട്ടിനകത്ത് കയറി എന്നാണോ തിയറി? അത് എന്നാന്നറിയാം, ഇതിനകത്ത് മോട്ടീവ് വളരെ വീക്കാണ്. എന്തിനാണ് ആ കുട്ടി ഇത്ര ഭീകരമായിട്ട് ഇത്ര ഇതായിട്ട് ഒരു മർഡർ ചെയ്യേണ്ട ഒരു ആവശ്യം? എന്നെ സംബന്ധിച്ച് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു എന്നെ സംബന്ധിച്ചോട് മോട്ടീവ് വളരെ വീക്കാണ്. ആ കുട്ടിയെ അവിടെ കണ്ട് തുണി അലക്കാൻ പോയ സമയത്ത് ഇവനുമായിട്ട് അത് കഥയാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുന്ന പോലെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ എന്തോ സംഭവിച്ചു, പിന്നീട് അതിന് ചിലപ്പോൾ കാര്യങ്ങൾ ഉണ്ടാകാം. അത് വരട്ടെ, ഞാനിപ്പോ പോലീസിന്റെ ഭാഗത്തുമല്ല, എന്റെ സംശയം പോലീസിന്റെ ഭാഗത്താണ്. ഞാൻ പറയണത് ഒരു 4-5 പോയിന്റ് അത് കവർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന്, മാർബിളിന് പോലീസ് ആൻസർ ചെയ്തേ പറ്റുള്ളൂ, പോസ്റ്റ്മോർട്ടത്തിനകത്തുണ്ട്. രണ്ടാമത് അതിന് പ്രശ്നമില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇല്ല, അത് നിൽക്കട്ടെ, അത് നമുക്ക് അന്നേരം നോക്കാം, അത് നോക്കട്ടെ. ഇനി ഇത് കവർ ചെയ്തിരിക്കണം പോലീസ്. ഇനി അടുത്തത് സാഹചര്യ തെളിവായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സബ്സിക്വൻറ്റ് കോൺടാക്റ്റും പ്രീവിയസ് കോൺടാക്റ്റും ഇതിനകത്തുണ്ട്. ഇത് പോലീസ് ടച്ച് ചെയ്തിട്ടില്ല അതിനകത്ത്. കാരണം ആ വീട്ടിലെ മർഡർ നടന്നെന്ന് ഞാൻ പറയുന്ന സമയം 48 hours കഴിഞ്ഞ ഒറ്റ സംശയം, ഈ അമീറുൽ ഇസ്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ജോർജ് ജോസഫ് എന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥന് സംശയമുണ്ടോ? സംശയമുണ്ട്, എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഈ തൊലി എങ്ങനെയാണ്? അത് ഞാൻ ആ ഭാഗത്തോട്ട് ഇപ്പം വരുന്നില്ല, നമുക്ക് എന്തായാലും ട്രയൽ നമുക്ക് കാണാം, നമുക്ക് ഈ ട്രയൽ കാണാം. അതിനൊരു സാധ്യത വേണ്ട. അങ്ങ് മോട്ടിവേഷന്റെ കാര്യം പറയുന്നത് പോലെ തന്നെ, മോട്ടിവേഷൻ എന്നതുപോലെ തന്നെ ഈ കാര്യം അറിയണമല്ലോ. എങ്ങനെയാണ് ഈ ജിഷയുടെ രക്തം ചെരുപ്പിലും അല്ലെങ്കിൽ അമീറുൽ ഇസ്ലാമിൻ്റെ അടുത്ത് കണ്ടത്? ഈ തൊലി എങ്ങനെയാണ് തിരിച്ച് ഇവിടെ വന്നത്? ഈ DNA എങ്ങനെയാണ് ശരിയാകുന്നത്? അമീറുൽ ഇസ്ലാം എന്തിന് ഇതൊക്കെ കളക്ട് ചെയ്തു? ഒരു ശാസ്ത്രീയ കുതുകിയായിരുന്നോ ഈ അമീറുൽ ഇസ്ലാം? അദ്ദേഹത്തിന് ഈ ബയോളജിക്കൽ താല്പര്യമുണ്ടോ? പോസ്റ്റ്മോർട്ടത്തിനകത്ത് ഒരു ബൈറ്റ് മാർക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയം. അതൊന്നും അല്ലല്ലോ. ആ ബൈറ്റും അവിടുന്നാണല്ലോ സലവ എടുത്തത്. ജോർജ് ജോസഫ്, അമീറുൽ ഇസ്ലാം അവിടെ ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇല്ലില്ല, ഞാൻ ഇല്ല എന്നോ ഉണ്ടോന്നോ പറയുന്നില്ല. അപ്പൊ ഉണ്ടെന്ന് പറയാനുള്ള തെളിവുകൾ ഇത്രയും ഉണ്ടല്ലോ. വെറുതെ ഇരിക്കുന്ന ഒരാളുടെ രക്തവും അതാ ഞാൻ പറഞ്ഞു. ഇപ്പം അന്നമ്മ ജോൺ പറഞ്ഞല്ലോ, അത് ഞാൻ അംഗീകരിക്കുന്നു. DNA ഫിംഗർ പ്രിന്റ് കഴിഞ്ഞാൽ കൺക്ലൂസീവ് പ്രൂഫാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ സലൈവ ആ ബൈറ്റ് മാർക്കിൽ നിന്ന് എടുത്ത ബൈറ്റ് മാർക്ക് എന്നുള്ള ഒരു കാര്യം ആ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതേ ഷേപ്പുള്ള അടയാളമുള്ള ഒരു ഇഞ്ചുറി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ശരി, അതും കൂടി ഒന്ന് ചോദിച്ചേക്കാം. ശ്രീമതി അന്നമ്മ ജോൺ, താങ്കളുടെ പരിചയത്തിൽ ഈ ബൈറ്റ് മാർക്ക് പോലെയുള്ള അടയാളങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് അത് ബൈറ്റ് മാർക്ക് ആയിക്കൂടെ, അല്ലെങ്കിൽ വേറെ എന്താകാം? അതിനെന്താണ് ഇവിടെ പ്രസക്തി? ശ്രീ ജോർജ് ജോസഫ് പറയാൻ ശ്രമിക്കുന്നതിൽ നിന്ന് താങ്കൾക്ക് മനസ്സിലാകുന്നു? ഈ ബൈറ്റ് മാർക്ക് ശരിയായിട്ടൊരു ഹ്യൂമൻ ഫ്ലഷിന് ബൈറ്റ് ചെയ്യുമ്പോഴാണ് കൃത്യമായ ബൈറ്റ് മാർക്കായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ഇതൊരു തുണിയുടെ മീതെയാണ് കടിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുറെ ഭാഗം തുണിയും കൂടെ ചേർന്നാണ് ഈ ബൈറ്റ് വരുന്നത്.
അപ്പൊ വ്യക്തമായ ഒരു ബൈറ്റ് മാർക്കിന്റെ ഷേപ്പ് ആ ബോഡിയിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ബൈറ്റ് മാർക്ക് വ്യക്തമാണെങ്കിലും അല്ലെങ്കിലും അവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന സലൈവയിൽ നിന്ന് വേർതിരിച്ചെടുത്ത DNA അത് കുറ്റമറ്റതല്ല എന്ന് വാദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവിടെ നിന്ന് സെല്ല് കിട്ടിയത് കൊണ്ടാണല്ലോ DNA വേർതിരിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ പറ്റിയ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഈ നെഗറ്റീവിലേക്ക് മാത്രം പോകാൻ എന്താണ് ഇത്ര താല്പര്യം? അപ്പൊ എല്ലാ പ്രതികളെയും രക്ഷപ്പെടുത്തണം എന്നുള്ളതാണോ നമ്മുടെ താല്പര്യം? നമ്മളുടെ ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റമാണ് ഇന്ന് നിലവിലുള്ളത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ക്രിമിനൽസിന് മാത്രം ജസ്റ്റിസ് മതിയോ? അതായത് വിക്ടിമിന് ജസ്റ്റിസ് വേണ്ട എന്നാണോ നമ്മളെല്ലാം വാദിക്കാൻ ആഗ്രഹിക്കുന്നത്? തിരിച്ചു വരാം ശ്രീമതി അന്നമ്മ ജോൺ. ശ്രീ ജോർജ് ജോസഫ്, ഒരു കാര്യം അതായത് ശ്രീമതി അന്നമ്മ ജോൺ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഈ പോലീസ് നിരത്തിയ ശാസ്ത്രീയ തെളിവിൽ ചുരിദാറിൽ പുരണ്ട ഉമിനീരിൽ നിന്ന് പ്രതിയുടെ DNA വേർതിരിച്ചറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ആകാം. ഈ ചുരിദാർ കൂട്ടിപ്പിടിച്ച് കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഷേപ്പിനെയാണ് അങ്ങ് സംശയിക്കുന്നത്. അത് പല്ലിലെ വിടവിനെക്കുറിച്ചും പോലീസിന് ഉള്ള ഒരു സംശയം അത് തന്നെയാണ്. പോലീസും പറയുന്നത് അത് തന്നെയാണ്. ഇതിങ്ങനെ കൂട്ടിപ്പിടിക്കും. ഇപ്പം അങ്ങ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ വീണ്ടും ഒരു ഡമ്മി കൊണ്ടുവന്നോ, ഡമ്മി എന്ന് ഞാൻ ഇൻവെർട്ടർ കോമയിൽ ഇടുകയാണ്, വീണ്ടും റേപ്പ് ചെയ്ത് നടത്തി തന്നെ ഈ സീൻ തെളിയിക്കേണ്ടി വരുമോ? അല്ല, എന്താണെന്നറിയോ, ഇതുവരെ പോലീസിൻ്റെ ചാർജ് ഷീറ്റ് നമ്മൾ പത്രത്തിൽ അദ്ദേഹം പ്രസ് കോൺഫറൻസ് നടത്തിയെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ DNA ഫിംഗർ പ്രിൻറ്റിങ് മാത്രമാണ് ഈ മർഡർ കേസിൽ അല്ലെങ്കിൽ ഈ ഒരു കൊലപാതക കേസിനകത്ത് വന്നിരിക്കുന്ന ആകെ പ്രതിയെ ബന്ധിക്കുന്നത്. വേറെ ഒന്നുമില്ല, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് ഒരു ആ ടൈം ഓഫ് ഡെത്ത് വ്യത്യാസം കുറ്റമല്ല. പോലീസ് ഉദ്യോഗസ്ഥന്റെ കുറ്റം തന്നെ പറയുള്ളൂ. കാരണം സൗമ്യ കേസിൽ നമ്മൾ നോക്കണ്ടോ, സൗമ്യ കേസിന് റേപ്പിന് മാത്രമേ എവിഡൻസ് വന്നു, 302-നും. സൗമ്യ കേസിലേക്ക് പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഗതി ഇവിടെ വരരുത്. ചോദിക്കുന്നത് ഇതാണ്, കടലിൽ വെച്ച് കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടാണ്, കടലിൽ വെച്ചൊരു ആരും ഇല്ലാത്തടത്തൊരു കൊലപാതകം നടന്നാൽ, ഒഴിഞ്ഞ മുറിക്കകത്ത് ആരുമില്ലാത്തടത്തൊരു കൊലപാതകം നടന്നാൽ, അവിടെ ആകാശത്തൊരു കൊലപാതകം നടന്നാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാട്ടിനകത്തൊരു കൊലപാതകം നടന്നാൽ കൊല നടത്തിയ ആളും ഈ ഇരയും മാത്രമേ അവിടെ ഉണ്ടാകുകയുള്ളൂ. കണ്ടത് ചിലപ്പോൾ വല്ല മൃഗങ്ങളും ഒക്കെ ആയിരിക്കും. അതൊക്കെ വേറെ തെളിവുകളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അല്ലല്ല, അതാണ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. അത് കൃത്യമായിട്ട് പോലീസിന് അത് കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായിട്ടും നല്ല അന്വേഷണ ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ കുറ്റപത്രത്തെ നമ്മൾ ഇപ്പോഴും നമുക്ക് പലതരം ലിമിറ്റേഷനുണ്ട്, സബ് ജുഡീസ് പ്രശ്നങ്ങൾ, അതുകൂടാതെ തന്നെയുള്ള അതിനകത്തെ പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഇല്ല. പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ അന്വേഷണത്തിൻ്റെ വഴികളിൽ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ചർച്ചയിൽ പറയുന്ന, ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന പ്രതിയുടെ, പോലീസ് പറയുന്ന പ്രതിയുടെ DNA കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുമ്പോഴും അദ്ദേഹം അവിടെ ഇല്ല എന്ന് പറയത്തക്കവണ്ണം ഒരു വാദമുണ്ടായാൽ അത് എങ്ങനെയാണ് താങ്കൾക്ക് ദഹിക്കുക? അല്ല, ഈ കേസിൽ വരാനിരിക്കുന്ന സാധ്യതകളെക്കുറിച്ചാണ് ശ്രീ ജോർജ് ജോസഫ് മുന്നറിയിപ്പ് നൽകുന്നത്. പോലീസിന് ഇപ്പോൾ ഒരു തെളിവുകളുടെ ഒരു ശേഖരമുണ്ട്. അത് കൂടുതലും അവർ തന്നെ പറയുന്നത് പോലെ സയൻറ്റിഫിക്കാണ്. DNA തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ സയൻറ്റിഫിക് എവിഡൻസ് മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ തടസ്സങ്ങളുണ്ടായേക്കാം. ഇവിടെ ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ, ശ്രീ വടക്കഞ്ചേരിയൊക്കെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പ്രതിക്ക് എടുക്കാവുന്ന പോസിബിളായിട്ടുള്ള ഡിഫൻസ് പലതുണ്ട്. ഇൻസാനിറ്റി ഉണ്ട്, സെക്ഷൽ ഇൻകപ്പാസിറ്റി ഉണ്ട്, മെൻ്റൽ ഇൻകപ്പാസിറ്റി ഉണ്ട്. പലതരത്തിലുള്ള അവശതകൾ ആരോപിക്കപ്പെട്ട് ഈ പ്രതിക്ക് ഒരു നല്ല ഡിഫൻസ് കെട്ടിപ്പടുക്കുന്നതിനുള്ള സാധ്യതകൾ നമ്മളിപ്പോൾ തന്നെ കാണുന്നുണ്ട്. ഈ ചർച്ച കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കണ്ട് ആ പഴുതുകൾ അടയ്ക്കുന്നില്ലെങ്കിൽ എന്ന് ഞാൻ പറയുമ്പോൾ അമീറുൽ ഇസ്ലാം തന്നെയാണ് കൊല ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമീറുൽ ഇസ്ലാമിനെ നമുക്ക് ഏത് രീതിയിലും കുറ്റക്കാരനായി കണ്ട് ശിക്ഷിക്കണം എന്നുള്ള നിലപാടെടുക്കുന്നത് ശരിയല്ല. യഥാർത്ഥ കുറ്റവാളി ആര്? ഇപ്പോൾ പോലീസ് പറയുന്നതനുസരിച്ച് ഒരു പ്രതിയേ ഉള്ളൂ. ആ പ്രതി കോടതിയിൽ നിന്ന് വിട്ടുപോവുകയാണെങ്കിൽ കേസ് അവസാനിച്ചു. പക്ഷെ അപ്പോൾ നമുക്ക് കൃത്യമായി നമുക്കും ബോധ്യം വരണ്ടേ, കോടതിക്ക് മാത്രമല്ല നമുക്കും ബോധ്യം വരണ്ടേ. ഈ അമീറുൽ ഇസ്ലാം എന്ന ഏക പ്രതിയാണ് ഈ പറഞ്ഞു കേട്ട നിഷ്ഠൂരമായ കൃത്യങ്ങൾ മുഴുവൻ ചെയ്തത് എന്ന്. അതിനെന്താണ് മോട്ടീവ്? അതിനാരാണ് ദൃക്സാക്ഷി? ഡോക്ടർ ലാൽ പറഞ്ഞതുപോലെ ഒരു കൊല നടക്കുമ്പോൾ സാക്ഷികൾ അതിനെ വിശദീകരിക്കുക. അതായത് ഈ ഒരു മോട്ടീവും ഇല്ലാത്തൊരാൾക്ക് ഒരു നിമിഷത്തിൽ ഈ ബലാത്സംഗത്തിന് പ്രേരിതനാകാൻ സാധ്യതയില്ലേ? അത് പരാജയപ്പെടുമ്പോൾ, അതിനെ എതിർക്കുമ്പോൾ
കൊലയ്ക്ക് കാരണമായിക്കൂടെ അത്? മാത്രമല്ല ഈ അമീറുൽ ഇസ്ലാമിൻ്റെ DNA കൃത്യമായി ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഇനി അതെങ്ങനെ അവിടെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് ആരാണ് പറയേണ്ടത്? ഈ കാര്യങ്ങളും പ്രസക്തമല്ലേ? അത് നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഈ പ്രതിക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ എല്ലാം തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷൻ്റെ ചുമതലയാണ്. പ്രതിക്ക് നിശബ്ദനായിരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. പ്രോസിക്യൂഷൻ ഹാജരാക്കുന്ന തെളിവുകൾ ഖണ്ഡിക്കുക മാത്രമാണ് അയാളുടെ ജോലി. അതുകൊണ്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇത് നമുക്കുള്ള ഒരു ആശങ്കകൾ എല്ലാം കഴിഞ്ഞ് ഒരുപക്ഷെ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ഒക്കെ പിന്നിട്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് പോലെ സുപ്രീം കോടതി എത്തിക്കഴിയുമ്പോൾ അവിടെ ഉണ്ടായേക്കാവുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ ഇപ്പോഴേ കണ്ടുവയ്ക്കണ്ടേ? ആ ഉത്തരങ്ങൾ ഉണ്ടാകണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് അത് പറയുന്നത്. നമ്മൾ കുറ്റപത്രം വായിക്കാത്ത ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് കുറ്റപത്രത്തിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. പക്ഷേ മനസ്സിലാക്കിയെടുത്തോളം, പറഞ്ഞു കേട്ടിടത്തോളം ഈ വക കാര്യങ്ങളിൽ കുറേ കൂടി നമുക്കൊരു ഒരു ഒരു ജാഗ്രത ആവശ്യമുണ്ട്. കാരണം അത്ര അനായാസം പ്രോസിക്യൂഷന് വിജയിക്കാൻ കഴിയുന്ന ഒരു കേസല്ല ജിഷ വധക്കേസ്. തീർച്ചയായും വളരെ പ്രശ്ന സങ്കീർണമാണ് എന്ന് തന്നെ പോലീസ് തന്നെ സമ്മതിച്ചിരിക്കുന്ന ആ കേസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുക? സാക്ഷികൾ വിചാരണഘട്ടത്തിൽ ഏത് നിലപാടുകളിലേക്ക് പോകും? അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ കൂടി നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ഇപ്പോൾ സൗമ്യ വധക്കേസാണ് നമുക്ക് മുന്നിലുള്ള ഏറ്റവും അടുത്തുള്ള ഒരു കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറയുന്നത്. ജീവനുള്ള നിയമങ്ങൾക്ക് യാന്ത്രികമായ വ്യാഖ്യാനം ശരിയല്ല എന്ന് ഇന്ന് നമ്മുടെ സ്പീക്കർ തന്നെ പറഞ്ഞു. ഈ കേസുകളെ കൈകാര്യം ചെയ്യേണ്ടത് അത്തരത്തിൽ കൂടിയല്ലേ എന്നൊരു സാമൂഹ്യ ചോദ്യമുണ്ട്. ഈ കാര്യത്തിൽ ചില എവിഡൻസുകൾ, DNA എന്ന് പറയുന്ന വലിയൊരു എവിഡൻസ് അമീറുലിന് എതിര് തന്നെയാണ്. അതായത് ഒരുപക്ഷെ അങ്ങയെപ്പോലുള്ളവർ പറയുന്നതനുസരിച്ച് ഇതിലെ ചില ചാർജുകൾക്ക് മാത്രമാണ് അമീറുലിന് പ്രശ്നമാകുക. കൊലപാതകത്തിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ സൗമ്യ കേസിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാര്യത്തിൽ കൊല എന്നുള്ളതായിരിക്കും ബലാത്സംഗത്തെക്കാൾ മുകളിൽ നിൽക്കുക എന്ന് അങ്ങ് പറഞ്ഞാൽ വേണമെങ്കിൽ സമ്മതിക്കാം. കൊല എന്ന് പറഞ്ഞാൽ ലൈംഗിക വൈകൃതം ഇപ്പോൾ സുവോഫീലിയ ആണോ അതോ സെക്ഷൽ സാഡിസം ആണോ എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. സൈക്കാട്രിസ്റ്റ് പരിശോധിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഈ സെക്ഷൽ സാഡിസം ആണെങ്കിൽ കൊലപാതകം എന്നുള്ളത് നമ്മൾ ഒരു സൈക്കാട്രിക് പ്രോബ്ലമായിട്ട് എടുക്കേണ്ടി വരും. കാരണം ഈ വളരെ അക്യൂട്ട് കേസുകളിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ എടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ എന്താണ് ഈ അത്യാവശ്യം എന്ന് ശ്രീമതി അന്നമ്മ ജോണിനെ പോലുള്ളവർ ചോദിക്കും. ഇങ്ങനെ എടുക്കേണ്ടി വരുന്നത് സ്ത്രീയാണ് മരിച്ചത്. അന്നമ്മ ജോൺ എന്ന ഫോറൻസിക് വിദഗ്ധയ്ക്ക് ഒരു സ്ത്രീയുടെ മനസ്സും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തിനങ്ങനെ എടുക്കുന്നു? കൊല നടത്തിയ ആൾ ഇൻസാനിറ്റി. ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇതിൽ പേടിക്കുന്ന ഒരു കാര്യം അതാണ്. അത് അമീറുൽ ഇനി വാദിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഈ ഇൻസാനിറ്റി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുചെന്ന് അമീറുലിനെ എത്തിക്കുന്നത്, അമീറുൽ കാരണം ഒരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ശിക്ഷ എന്നുള്ളതിലേക്ക് പോകുന്നതിന് സാധ്യത എത്രത്തോളം എന്നുള്ളതിൻ്റെ ഭാഗത്തല്ലേ ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി ക്രിമിനോളജി നിൽക്കേണ്ടത്? കൊലപാതകമാണോ സെക്ഷൽ സാഡിസമാണോ എന്നുള്ളത് തെളിയിക്കേണ്ടതായിട്ടിരിക്കും. അതായത് രണ്ടാണെങ്കിലും മരിച്ചത് ജിഷയുടെ ശരീരം വികൃതമാക്കപ്പെട്ടു. അതിനകത്ത് ഈ പറഞ്ഞ ആയുധം ഉപയോഗിച്ച് കൊന്നു. അമീറുലിന്റെ ശരീരഭാഗങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ രക്തം അമീറുലിന്റെ പ്രോപ്പർട്ടികളിലും ഉണ്ട്. ആ നിലയ്ക്ക് അമീറുൽ അവിടെ ഉണ്ട് എന്നുള്ള നിലയ്ക്ക് അമീറുലിനെ എന്തിനൊരു ഭ്രാന്തനാക്കി മാറ്റാൻ നിങ്ങൾ ഇപ്പോഴേ ശ്രമിക്കുന്നു? അല്ല, ഈ അമീറുൽ അവിടെ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാനായിട്ടാണ്. ആ ബന്ധപ്പെടാനായിട്ട് പോയ ഈ അമീറുൽ ഒരു കത്തിയുമായിട്ടൊക്കെ പോയി അവിടെ ചെന്ന് ഈ സൈസൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമീറുലിൻ്റെ സൈസ് വളരെ കുറവാണ്. എന്തായാലും ആവട്ടെ, അത് കഴിഞ്ഞിട്ട് അരക്കൈ ഉള്ളൂ. അതുകൊണ്ട് അതല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ അകത്തേക്ക് പോയിട്ട് ആ കത്തി കൊണ്ട് അവരെ കുത്തിക്കൊല്ലുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് എൻ്റെ ഉദ്ദേശം കുത്തിക്കൊലയായിരുന്നോ അതോ ലൈംഗികമായ വീഴ്ചയ്ക്കാണോ പോയത്? തർക്കം അത്രയേ ഉള്ളൂ. ശ്രീ ജോർജ് ജോസഫ്, അവസാനത്തെ ഒരു 1-2 മിനിറ്റ് എനിക്ക് അന്നമ്മ ജോണിലേക്കും പോകണം, പറ്റുമെങ്കിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്കും അങ്ങ് കുറച്ച് സമയം എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി അവസാനം എത്തി നിൽക്കുന്നത് ഇതൊരു കുത്തിക്കൊലയാണോ അതോ ലൈംഗിക താല്പര്യം കൂടി ഉണ്ടായിരുന്നോ, സാഡിസം എന്നുള്ളിടത്തേക്ക് എത്തി? നേരത്തെ ഉണ്ടായിരുന്ന പൂർണ്ണമായ അമീറുൽ അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതിനൊക്കെ മാറി അല്പം
കേസ് ഏതാണ് മുമ്പിൽ, ചാർജ് ഏതാണ് മുമ്പിൽ എന്നുള്ളിടത്തേക്ക് എത്തിയിട്ടുണ്ട്. തൽക്കാലം അതെങ്കിലും കുറ്റപത്രത്തിൽ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയല്ലേ? ഇല്ല, ഞാൻ വേറൊരു പല ആംഗിളിലാണ് ചിന്തിക്കുന്നത്. കാരണം നമ്മൾ ഇതുപോലെയുള്ള സാഹചര്യ തെളിവിൻ്റെ കുറേ അധികം കേസ് ഞാൻ അന്വേഷിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ഇതിനകത്ത് ആ കുട്ടിയുടെ ബ്ലഡിൽ 100 ml ബ്ലഡിനകത്ത് 93.5 മില്ലിഗ്രാം ആൽക്കഹോൾ വന്നിരിക്കുന്നു. അത് മരണത്തിന് 1.5 മണിക്കൂർ മുമ്പ് കഴിച്ചിരിക്കണം. അത് പോലീസ് അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊന്ന്. രണ്ടാമത് വയറ്റിനകത്ത് അൺഡൈജസ്റ്റഡ് ഫുഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൺഡൈജസ്റ്റഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇറച്ചിയോ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബാഡ് സ്മെല്ല് കുറച്ചത്. ഇതിനകത്ത് ഒന്നുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. റൈസ് മാത്രമേ ഉണ്ടെന്ന് എനിക്കറിയുള്ളൂ. അപ്പം അത് ഒരു നേരത്തെ ഉണ്ടായിരുന്ന കഥ അങ്ങേക്ക് അറിയാമല്ലോ. പുറത്തു പോയി വലിയ ആഹാരം അതൊന്നും പോലീസ് ചാർജിൽ മാറി. പിന്നെ ഒരു പെൻ ക്യാമറ ഉണ്ടായിരുന്നു. ആ പെൻ ക്യാമറയിൽ നേരത്തെ നമ്മൾ പത്രത്തിൽ മനസ്സിലാക്കിയിരിക്കുന്ന അമ്മയുടെയും ജിഷയുടെയും ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എവിടെ പോയി ആ പെൻ ക്യാമറ? ഉണ്ട്, പെൻ ക്യാമറയിൽ ഒന്നും ഇല്ലാന്നാണ് ഇപ്പൊ പറയുന്നത്. അതൊന്നും പോലീസ് പോയാൽ അങ്ങ് പറയുന്ന ആ വഴിക്ക് പോലീസ് തന്നെ പെട്ടുപോകും. അതുകൊണ്ട് അവരത് എടുത്തില്ല. ഈ തൊലി അവിടെ ഉണ്ട്, രക്തം ഉണ്ട്, DNA ഉണ്ട്, അമീറുൾ ആ സീനിലുണ്ട്. ഇനി അമീറുൾ പറയണം, അമീറുളിന് വേണ്ടി ജോർജ് ജോസഫ് അഡ്വക്കേറ്റ് വാദിക്കുന്നുണ്ടെങ്കിൽ പറയണം എന്തിനവിടെ പോയി എന്ന്. അല്ലേ ശ്രീമതി അന്നമ്മ ജോൺ? 10 സെക്കൻഡിൽ മറുപടി. സാറേ, ഈ ആൽക്കഹോൾ ബോഡിയിൽ ഡിറ്റക്റ്റബിൾ ലെവലിൽ ബ്ലഡിൽ എത്തിച്ചേരണേ 3 മിനിറ്റ് മതി. അപ്പോൾ അത് മരിച്ചതിനും ഇത് സെർവ് ചെയ്തതിനും ഇടയിൽ എപ്പോഴാണ് കൃത്യമായിട്ട് മരിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല. ഈ 3 മിനിറ്റ് സമയം അവിടെ ഉണ്ട്. പിന്നെ ഈ വെളുത്തുള്ളിയുടെ സ്മെല്ല് ഈ ബോഡിയിലുണ്ടായിരുന്നല്ലേ, വെളുത്തുള്ളിയുടെ അംശം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതേ വെളുത്തുള്ളിയുടെ അംശം ഉള്ള കറി ആ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ വടക്കഞ്ചേരി സാർ പറയുന്നതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇയാൾ സെക്ഷൽ അറ്റംപ്റ്റ് അവിടെ നടത്തിയിട്ടുണ്ട്, പക്ഷേ അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് അറിയുന്നത്. ആ ഫിനിഷ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം കൊണ്ടാണ് ഇത്ര ഭയങ്കരമായിട്ട് ഈ കുട്ടിയുടെ ഈ പോസ്റ്റീരിയർ ഭാഗത്ത് ഇത്ര വികൃതമായിട്ടുള്ള മുറിവേൽപ്പിച്ചതെന്ന് ആണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ കത്തി ഇയാളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി സാധാരണ ഇയാൾ കൊണ്ടുപോകാറുള്ളതാണ്. ആൽക്കഹോൾ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു. വെള്ളം ചോദിച്ചപ്പോൾ കുടിക്കാൻ വെള്ളത്തിന് പകരം ഈ ആൽക്കഹോൾ വായിൽ ഒഴിച്ചു കൊടുത്തു. ഇത് അസിമുലേറ്റ് ചെയ്ത് ബ്ലഡിൽ ഡിറ്റക്റ്റബിൾ ലെവലിൽ എത്തുന്നതെങ്കിൽ 3 മിനിറ്റ് മതി. അപ്പോൾ അതിൽ കൂടുതൽ സമയം തീർച്ചയായിട്ടും മരിക്കുന്നതിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ കത്തി കണ്ടെടുത്തത് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കണ്ടെടുത്ത കത്തി കോടതിയിൽ ഇരിക്കുന്ന കത്തിയിലാണ്. ജിഷയുടെ ബ്ലഡ് സ്റ്റെയിനും അത് DNA വർദ്ധിച്ചെടുക്കാനും പറ്റിയ രീതിയിൽ അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ സംശയരഹിതമായിട്ട് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ നമ്മുടെ പോലീസിന് പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കാര്യം ഇവിടെ ചെയ്യാവുന്നത്, നമുക്കൊരു നല്ല റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സിസ്റ്റം ഉണ്ടാകാനും ഒരു ആധുനിക രീതിയിൽ കുറച്ചുകൂടി കുറ്റമറ്റ രീതിയിൽ നമ്മുടെ പോലീസിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള തീർച്ചയായിട്ടും ആ ചർച്ചയിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ദയവായി ക്ഷമിക്കുക ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എനിക്ക് അങ്ങയിലേക്ക് വരണമെന്നുണ്ടായിരുന്നു, സമയം ഒട്ടും അനുവദിക്കുന്നില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ശ്രീ ജോർജ് ജോസഫ്, ശ്രീമതി അന്നമ്മ ജോൺ.